എന്താ എന്നെ കൊണ്ട് ചെയ്യാല്ലേ? കാരണം ലോങ് വീഡിയോസ് ഇടാൻ ഭയങ്കര മടിയാണ് എനിക്ക്. കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ലോങ് വീഡിയോസ് മര്യാദക്ക് കാണുന്നില്ല. കണ്ടാലോ ലൈക്ക് ചെയ്യൂല, കമൻറ്റ് ചെയ്യുകയും ചെയ്യില്ല. പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോസൊക്കെ ഇടുന്നേന്ന് വിചാരിച്ച് ഞാൻ ഇടാൻ വേണ്ടിക്ക് ഭയങ്കര മടിയാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് മടിയില്ല, നമ്മുടെ പഴയതും പുതിയതുമായിട്ടുള്ള സ്റ്റുഡൻസും സബ്സ്ക്രൈബേഴ്സും ആണെങ്കിൽ, പുതിയ ആളാണെങ്കിൽ പോലും ഒന്ന് ലൈക്ക് കമൻറ്റും ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് 2 ടയർ കേക്കാണ്. അപ്പോൾ ഈ ഒരു കളർ മിക്സിങ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ബ്ലൂ ആൻഡ് പിങ്ക്. ബ്ലൂ ആണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. ബ്ലൂ ആൻഡ് ഗ്രീൻ. വായിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലേവർ ഏതാന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാട്ടാ, എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഫുള്ളായിട്ടുള്ളത് കാണുന്ന സമയത്ത് ഉള്ളിൽ ചോക്ലേറ്റ് കേക്കാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം ഇത് കുറേ ആയി ഈ കേക്ക് ചെയ്തിട്ട്. ഇതിൻ്റെ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ, കളർ മിക്സിങ്ങും ലൈറ്റ് കളറിനെ ഡാർക്ക് ചെയ്യേണ്ടതും, കയ്പ്പ് ടേസ്റ്റ് വരാതിരിക്കാൻ ചെയ്യേണ്ടതും, 2 ടയർ എങ്ങനെ സ്റ്റാക്കിങ് ചെയ്യേണ്ടതും, അങ്ങനെ പല ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ലോങ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് മടിയായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെച്ച് അങ്ങ് ദിവസം മറന്നുപോയിട്ടാ. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ എഡിറ്റിംഗ് ആപ്പ് ഒന്ന് കയറി നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ കുറച്ച് മടിയൊക്കെ മാറ്റി വെച്ച് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫ്ലേവർ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു കേക്ക് കഴിച്ച ആളുടെ അഭിപ്രായം ഒരു രക്ഷയില്ലാത്ത അഭിപ്രായമായിരുന്നു കേട്ടോ. നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് കേക്കാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ വരുന്നത്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡിൽ നമ്മളിത് കേക്ക് ഫിനിഷിങ് ചെയ്തു കേട്ടോ ആദ്യം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ടിൻ സൈസ് എന്ന് പറയുന്നത് താഴെ 7ഉം മുകളിൽ 5ഉം ആണ്. 1.5 കിലോ കേക്ക് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ 1.5 2 അത് നമ്മൾ ഈ ഒരു സൈസിൽ തന്നെയാണ് കൂടുതലും ചെയ്യൽ. 7ഉം 5ഉം ആണ് കൂടുതലും ചെയ്യൽ. 2ൽ കൂടുതൽ വരുമ്പോഴാണ് 8ഉം 6ലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ലൈറ്റ് ഷെയ്ഡിൽ ക്രീം വെച്ച് സെക്കൻഡ് ഐസിങ് ചെയ്തതിന് ശേഷം അതിനേക്കാളും നമ്മുടെ ബർത്ത്ഡേ ബേബിക്ക് ഈ ഒരു കളർ കോമ്പിനേഷനാണ് ഡ്രസ്സ് ഉള്ളത്. അപ്പോൾ അവർ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ അതേ കളർ തന്നെ കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കളർ എന്ന് പറയുന്നത് ഇതുപോലെ ഡാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കയ്പ്പ് ടേസ്റ്റ് ഇല്ലാതെ തന്നെ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ടിപ്സും ട്രിക്സും എന്ന് പറഞ്ഞിട്ട് ഒരമ്മണ്ടൻ വീഡിയോസ് പലതരത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കയറി നോക്കിക്കോ, എന്തായാലും യൂസ്ഫുൾ ആവും. ബെസ്റ്റ് ബേക്കേഴ്സ് ആവണോ എങ്കിൽ നിങ്ങൾക്ക് പലതരം ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിന്റ് ടു പോയിന്റ് നമ്മളത് മെൻഷൻ ചെയ്ത് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഐസിങ് ചെയ്ത് നല്ല ലൈറ്റ് ഷെയ്ഡ് ആദ്യം ഐസിങ് ചെയ്ത് സെക്കൻഡ് ഐസിങ് കൊടുത്തിട്ട് ഉള്ളതിൻ്റെ മുകളിൽ തേർഡ് ഐസിങ്ങിലായിട്ട് ഡാർക്ക് ഷെയ്ഡ് അത് നേർത്ത രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം വേണ്ട എയർ ബ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എയർ ബ്രഷ് ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു കാര്യം ചൂസ് ചെയ്താൽ മതി. ഡാർക്ക് കളറും കിട്ടും, എന്നാൽ കയ്പ്പ് ടേസ്റ്റും ഉണ്ടാവില്ല, കസ്റ്റമറിന് ഒരു മുഖം ചുളിക്കുന്ന ഒരു അവസ്ഥ വരുത്തുമില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു കേക്കിൻ്റെ ഒരു കേക്കും മറ്റേ കേക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് മനസ്സിലായില്ലേ, അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കേക്കിന് നല്ല ക്യൂട്ട്നെസ്സും ഭംഗിയും കിട്ടും. അപ്പം ഞാനിതിവിടെ ഫ്ലവേഴ്സാണ്. അപ്പോൾ അവർ ഒരുപാട് റെഫറൻസ് പിക്കും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ പറഞ്ഞ് പല കാര്യങ്ങൾ ഒരുപാട് റേറ്റ് വേണ്ട, എന്നാൽ അത്യാവശ്യം നല്ല ക്യൂട്ട്നെസ്സും നല്ല ഭംഗിയും വേണം. അപ്പോൾ ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആകുമ്പം അത് നല്ല കോസ്റ്റ്ലിയാണ്. കാരണം അത് ഓരോ എണ്ണം വെക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും അല്ലേ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ സമയത്ത് കുട്ടികളുണ്ടെങ്കിൽ ക്രീമായിരിക്കും അവർക്ക് കൂടുതൽ ചൂസ് ചെയ്യുന്നതിന് ലാഭം ഉണ്ടാവുക. അല്ലാതെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ അല്ലാതെ നോർമലി ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സും എടുത്ത് ചാടല്ലേ ചെയ്യുക, ഒരു കാര്യമില്ല. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു സജഷനാണ്, നിങ്ങൾക്ക് കുട്ടികളൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ ക്രീം തന്നെ യൂസ് ചെയ്തോ. അപ്പോൾ അതാവുമ്പോൾ കുട്ടികൾക്ക് എടുത്ത് കഴിക്കാനും ആയി, എന്നാൽ നിങ്ങൾക്ക് വെറുതെ വേസ്റ്റേജ് ആക്കി എന്ന് പറയുന്ന ആ ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിയിൽ ഫ്ലവേഴ്സാണ് കേട്ടോ ചെയ്തു കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫ്ലവേഴ്സ് ഡബിൾ ഷെയ്ഡിലാട്ടോ, ലൈറ്റും ഡാർക്കും ആ ഒരു ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് ശേഷമാണ് ഞാൻ ഓർത്തേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ആ ഒരു സ്റ്റിക്ക് നമ്മൾ 2 കേക്കിനും തമ്മിൽ ജോയിൻ ചെയ്യാനുള്ള സ്റ്റിക്കില്ലേ, അത് മറന്നുപോയിന്നേ. അപ്പം മറന്നുപോയി എന്ത് ചെയ്യുക, ഇതുപോലെ അങ്ങ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഓർമ്മ വന്നുകൊണ്ട് വലിയ കാര്യമായി. ലാസ്റ്റ് ഫൈനൽ ടച്ചിൻ്റെ സമയത്താണ് സ്റ്റിക്കിൻ്റെ കാര്യം ഓർത്തേ. അപ്പോൾ ഈ സ്റ്റിക്കും വെച്ച് ഒന്ന് സെറ്റാക്കി. പിന്നെ കേക്ക് നന്നായിട്ട് തണുത്ത കേക്ക് ആവണം കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഡിസൈന് നന്നായിട്ട് കൊളായിട്ട് കിട്ടും. ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കേക്ക് നല്ലോണം സെറ്റായതിന് ശേഷം ഗോൾഡൻ ഡസ്റ്റിലേക്ക് ഓയിൽ മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് ലൂസായിട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ ഈ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ നല്ലൊരു ഗ്ലോസി ടൈപ്പിലാണ് ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് വരുന്നത്. ഓയിലിൽ മിക്സ് ചെയ്തിട്ടാണ്, കുറച്ച് ലൂസായിട്ട് കേട്ടോ. അപ്പോൾ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കണ്ട, നല്ല സോഫ്റ്റായിട്ട് ടച്ച് ചെയ്ത് വലിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിരിച്ചും മറിച്ചും അങ്ങനെ തോന്നിയ പോലെ കൊടുക്കുന്ന ആ ഒരു ഫീലാണ്. പക്ഷെ ചെയ്യുമ്പം ഒരുപാട് തോന്നിയവാസം കാണിക്കരുത്, നല്ല രീതിയിൽ തന്നെ നല്ല മാച്ചിങ് ആകുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ടയറിലും അധിക ഭാഗത്തും ഞാൻ ഈ ഒരു ഡിസൈനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊടുത്ത് ലാസ്റ്റ് മടുക്കുന്ന അവസ്ഥയിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ ചെയ്യാന്ന് പറഞ്ഞത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. നമ്മളൊരു കേക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ പറയുമ്പം അവർ ചിന്തിക്കുക ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് ഇത്രയല്ലേ ഉള്ളൂ, പിന്നെ ഇതെന്താ 2 ടയറിന് പ്രത്യേകിച്ച് ഒരു റേറ്റ്, ഈ ഒരു ഡിസൈൻ എന്താ ഇത്രയ്ക്ക് റേറ്റ്. കാരണം നമ്മളിത് കുത്തിയിരുന്ന് ചെയ്യാന്നുള്ളത് അത്രയും റിസ്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഫ്ലവേഴ്സ് വരയ്ക്കുക, ഇതുപോലെയുള്ള ഗോൾഡൻ ഡസ്റ്റ് വെക്കുക, ഷുഗർ ബീഡ്സ് വിചാരിച്ച സ്ഥലത്ത് തന്നെ കറക്റ്റ് സ്പോട്ട് ചെയ്ത് വെക്കുക, അതൊക്കെ നല്ല റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം ക്ഷമയുടെ നെല്ലിപ്പലക ഇളകുന്ന പറയുന്ന അവസ്ഥയാണ് ഒരു കേക്ക് നമ്മൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് അവർ ആഗ്രഹിക്കുന്ന രീതിയിലോട്ടേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും നമ്മളത് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പ്രോഫിറ്റ് ഭയങ്കര ലോസ് ആയി പോകും കേട്ടോ. അപ്പം പല ആൾക്കാരും ചോദിക്കാറുണ്ട് നോർമലി കേക്കിൻ്റെ ഡിസൈനിങ് റേറ്റ് തന്നെയാണോ 2 ടയറിന് കൊടുക്കുകയെന്ന്. അപ്പം അല്ല, 2 ടയറിന് അതൊരു എക്സ്ട്രാ റേറ്റ് തന്നെയാണ്. പിന്നെ പാക്കിങ് കാര്യങ്ങളും, പാക്കിങ്ങിന് സ്റ്റിക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ഓൾമോസ്റ്റ് എല്ലാത്തിനും സെപ്പറേറ്റ് റേറ്റ് ആണ് കേട്ടോ. നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്കും കിട്ടും, എന്നാൽ അവർക്ക് നഷ്ടം വരാത്ത രീതിയിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ബോക്സ് വന്നിട്ടുള്ളത്. 2 ടയർ ഫുള്ളായിട്ട് പാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. ഇത് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പാക്കിനെ കുറിച്ച് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യണേ.